പേരിൽ ആരും ചേരി ഉണ്ടാക്കണ്ട, അതേപോലെ അബ്ദുറഹ്മാൻ സലഫിന്റെ പേരിൽ ആരും ചേരി ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു ചേരി ഉണ്ടാക്കാൻ ആരും അനുവദിക്കുകയുമില്ല എന്ന് പ്രത്യേകമായി എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരള ജമിയത്തുള്ള ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ, അടിച്ചിറക്കൽ ചികിത്സ നടത്താമോ എന്ന് ചോദിച്ച ശേഷം നടത്താമെങ്കിൽ നടത്താനില്ല. KJU സക്കരിയ സലാഹി ഈ വാദം പ്രബന്ധം അവതരിപ്പിക്കുകയും മറുഭാഗത്ത് അനീഫ് കായക്കൂടി അനസൂൽ എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കുകയും സക്കരിയുടെ പ്രബന്ധത്തിനെതിരെ അനസിന്റെ പ്രബന്ധം KJU അംഗീകരിക്കുകയും പ്രതിസ്ഥാനത്തിൽ KJU ഇറക്കിയ സർക്കുലറിനെതിരല്ലേ, ഇത് സംഘടനാ വിരുദ്ധമല്ലേ? സഹോദര ബഷീർ സാഹിബ്, എന്താണ് എഴുതിയത്? നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്റെ പ്രബന്ധത്തിന് മറുപടിയല്ല അനീഫിന്റെ പ്രബന്ധവും അനസിന്റെ പ്രബന്ധവും. രണ്ടു പ്രബന്ധത്തിലും സഹകരിച്ച ആളാണ് ശംസുദ്ദീൻ പാലത്തൂർ. അദ്ദേഹത്തെ വിളിച്ചിരിക്കും. മാത്രമല്ല, അടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രബന്ധത്തിലാണ്. അവരുടെ പ്രബന്ധത്തിൽ പറഞ്ഞിങ്ങനെ ഉപ്പുർ ചതുവല്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, വേറൊന്നും പറയാൻ പാടില്ല. അടിക്കുന്നതിനെ ഷെയ്ഖ് അൽബാനി എത്തുന്ന ഒരു ഉദ്ധരണിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുകൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണന പ്രബന്ധം കൊടുത്തതല്ല. ഞങ്ങളുടെ പ്രബന്ധം, എന്റെ പ്രബന്ധം അവർ കണ്ടിട്ടില്ല. അവർ കൊടുക്കുമ്പോ മനസ്സിലാക്കണം, എന്റെ പ്രബന്ധം ഞാൻ കൊടുത്തു. അവർ പ്രബന്ധത്തിൽ ശംസുദ്ദീൻ പാലത്ത്, അനീഫ് കായക്കൊടി, അനസ് മോലി, മജീദ് സലാഹി അവർ വിജ്ഞാനപരമായ ചർച്ച നടക്കട്ടെ, ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് ഇത് മാറരുത് എന്ന നിലക്ക് അവർ കൊടുത്ത പ്രബന്ധമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രബന്ധത്തിനെതിരല്ല അവരുടെ പ്രബന്ധം, അവരുടെ പ്രബന്ധത്തിനെതിരല്ല എന്റെ ബന്ധം. മാത്രമല്ല, ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, അങ്ങനെ രണ്ടോട്ടര പ്രബന്ധം ഒന്ന് തന്നെയാണ്, അപ്പോൾ അതവിടെ വെച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് പോലും. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണന പ്രബന്ധം എഴുതിയെന്ന് ആരും പറയേണ്ടതില്ല. എന്റെ പ്രബന്ധം തള്ളുകയും അവർ പ്രബന്ധം സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അതെല്ലാം ചില ധാരണകൾ തെറ്റാണ്. അങ്ങനെ ഒരു പ്രബന്ധം അംഗീകരിക്കും, ഒരു പ്രബന്ധം തള്ളുകയൊന്നും ചെയ്യില്ല. രണ്ട് പ്രബന്ധവും പഠിച്ച് ജമിയത്തിന്റെ തീരുമാനത്തിൽ തന്നെയുള്ള എന്താ വേണ്ടോ? നേരത്തെ അവിടെ CL വായിച്ചതിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കണം. ഇതാ, മതപ്രബോധന രംഗത്ത് ജിന്ന്, പിശാച്, സിഹിർ വിഷയങ്ങൾ ഏതാനും വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾ ഇടവരുത്തുകയും ചെയ്യും. അത് മടവൂരിൽ ഉണ്ടാക്കിയതാണ്. തുടർന്ന് കേരള ജമിയത്തുലമ ഈ വിഷയമായി പലതവണ ചർച്ചയും ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. പ്രബോധന രംഗത്ത് സ്വീകരിക്കുന്ന നിലപാട് KNM മുഖേന വ്യക്തമായി കൊടുക്കാനും ഈ വിഷയമായി അമാനി മൗലവി പ്രസിദ്ധീകരിച്ച തഫ്സീറിന്റെ ഭാഗം പുനഃപ്രസിദ്ധീകരിക്കാനും KNMനോട് ആവശ്യപ്പെടുകയും KNM നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 10 വിഷയങ്ങളെപ്പറ്റി ഗുണകരമല്ലാത്ത ചർച്ചകൾ പ്രബോധന രംഗത്ത് വ്യാപിച്ചു. അപ്പോൾ KJU സംബന്ധിച്ച് ചർച്ച ചെയ്തു. പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും അതിൽ തീരുമാനമെടുക്കാൻ KJU KNM പ്രസിഡന്റ് സെക്രട്ടറിമാരും ഫത്വ ബോർഡ് ചെയർമാൻ ഉൾപ്പെടുന്ന ജൂറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജൂറിയുടെ മുമ്പിൽ ലഭിച്ച 2 പ്രബന്ധങ്ങളും സവിസ്തരം പഠിച്ച ശേഷം പ്രബന്ധകർത്താക്കളുമായി പ്രത്യേകം ചർച്ച ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന കാര്യങ്ങൾ, ആരെങ്കിലും പ്രബന്ധം സ്വീകരിച്ചതോ ആരെങ്കിലും പ്രബന്ധം തള്ളിയതോ ഇതിൽ പറയുന്നു. രണ്ടും പഠിച്ചിട്ട് അവരെത്തിയ നിലപാടാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഹദീസ് സെമിനാർ നിങ്ങൾ പറയുന്ന സഹിയായ ഹദീസുകളുടെ മത്നുകളെല്ലാം സ്വീകാര്യമാണ് എന്ന തത്വത്തിനെതിരല്ലേ? എന്താ ഈ പറഞ്ഞത്? മനസ്സിലായില്ല. സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് നടത്തേണ്ടതല്ലേ? ഏത് നടത്തേണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ നെഞ്ചത്തിൽ കൊട്ടുകൊട്ടി എന്നതാണ് ഉള്ളത്. അതിനടിക്കുള്ള തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഒരു സഹാബിയും അതിന്റെ പേരിൽ അടിച്ചിറക്കൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തെളിവായി ഉദ്ധരിക്കാൻ ആരും മെനക്കെടേണ്ട ആവശ്യമില്ല. അതൊരിക്കലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. റസൂലിനെ പിൻപറ്റിക്കൊണ്ട് സഹാബികൾ ആരെങ്കിലും അങ്ങ് അടിച്ചതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. റസൂൽ ചെയ്തിട്ടുണ്ട്. റസൂലിനത് മനസ്സിലാകും, ഇന്ന സ്ഥലത്താണ് ചെയ്താനുള്ളത്, അപ്പൊ അവിടെ അടിച്ചു നബി. നമുക്കത് അറിയില്ലല്ലോ ചെയ്താൻ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന്. മൈക്കില്ലാതെ പറഞ്ഞാൽ കേൾക്കും. മൈക്ക് വേറെ സ്ഥലത്ത് അവര് പിന്നെ ഇന്ന് രാത്രി കൊണ്ടുചെല്ലാൻ ഏറ്റിട്ടുണ്ട്. അത് അവര് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം കിട്ടും.
അപ്പൊ അതുകൊണ്ട് KJU 2 പ്രബന്ധങ്ങളും പഠന വിധേയമാക്കിയിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കഴിയട്ടെ, സിമ്പിളൊക്കെ ചെയ്യാം. ഇതിലേതെങ്കിലും ഉപയോഗിക്കാത്തുണ്ടോ? ഏപ്രിൽ ഇസ്ലാഹിൽ പേജ് 42 അബ്ദുൽ ജബ്ബാർ അവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ ഇനി വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചോദിച്ചിരിക്കുന്നത്, മണ്ണാർക്കാട് സംഭവത്തിൽ സമസ്തക്കാരോട് ലൈഫാണെന്ന് വാദിച്ചില്ലേ, ലൈഫായ ഹദീസിനെ മസ്തിന് സ്വീകരിക്കാമോ? ആരെ പറഞ്ഞ് സ്വീകരിക്കാന്ന്? സഹീഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥന ഇല്ലാന്ന് മുമ്പേ നമ്മളെ മുഹദ്ദിസുകളും സലഫി പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അബ്ദുൽ ബറോലി പറഞ്ഞെന്നുള്ളൂ. ഇസ്ലാഹിൽ എഴുതിയ വാദം ശിർക്കല്ലേ, തെറ്റല്ലേ, പിൻവലിക്കുമോ? അത് ശിർക്കാണെന്ന് കേരള ജമിയത്തുലമയോ KNMോ തെളിയിച്ചു കൊടുത്താൽ അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ജിന്ന് സേവകർ ജിന്നിനെ പൂജിച്ചാലും ആരാധിച്ചാലും സഹായിക്കും, പ്രാർത്ഥിച്ചാൽ സഹായിക്കില്ല എന്നത് ആരാധന പ്രാർത്ഥന ഉണ്ടാക്കലല്ലേ? പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന സഹിയായ ഹദീസിന്റെ ആശയം നിഷേധിക്കുമോ? പ്രാർത്ഥിച്ചാൽ സഹായിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആരാധന ഉപയോഗിച്ചാൽ സഹായിക്കുക? ഇത് ഹദീസ് നിഷേധമല്ലേ? നീലപുസ്തകത്തിൽ പ്രാർത്ഥിച്ചാലും സഹായിക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഉത്തരവും സഹായവും രണ്ടാണോ? എന്തിനാണ് ആടിനെ പട്ടിയാക്കുന്ന ഖുറാഫി തന്ത്രം? ഇത് ശരിയായ മടവൂരികളെ വാതെടുത്തു കൊടുത്തതാണ്. മടവൂരിസത്തിൽ വെള്ളം ചേർക്കാത്ത വാദം. വാസ്തവത്തിൽ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ശൈത്താന്മാര് അവരെ പൂജിക്കുകയും അവരെ സേവിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പല സഹായം ചെയ്യുന്നു. ഖുർആൻ തന്നെ പറഞ്ഞ വാചകം എന്താ? ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. വിശ്വാസികളല്ലാത്തവർക്ക് പിശാചുക്കളെ നാം സഹായികളാക്കിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞതാ. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് കാഫിറുകൾക്ക് പിശാചുകളുടെ സഹായം ഉണ്ടാവുമെന്ന് ഖുർആനാ പറഞ്ഞു. ആ സഹായത്തിൽ പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞ് കട്ട് കേട്ട് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കൽ, അവരുടെ ജ്യോത്സ്യപ്പണി നടക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഒരു ആള് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെ പ്രാർത്ഥന കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ജിന്നിനോ മലക്കിനോ ഒന്നും കഴിയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അപസാദായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അത് മനസ്സിലുണ്ടാവുക. അത് മനസ്സിലാക്കാൻ ജിന്നിന് കഴിയോ? മലക്കിന് കഴിയോ? അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല. പ്രാർത്ഥിക്കുന്നവരുടെ ഒച്ച കേട്ടിട്ട് കാര്യമില്ലല്ലോ, അവനെ മനസ്സ് വഹിക്കാൻ പറ്റും സാധിക്കുമോ? സാധിക്കൂല. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഭൗതിക സഹായം ചിലപ്പോ പ്രാർത്ഥിക്കപ്പെട്ട ആൾ ചിലപ്പോൾ ചെയ്തു കൊടുത്തേക്കാം. ഉദാഹരണം, സായിബാബയെ ഒരാൾ ഇവിടെ തന്റെ പൂജാമുറിയിൽ നിന്ന് അങ്ങനെ വിളിച്ചു തേടി. സായിബാബയ്ക്ക് കേൾക്കാൻ കഴിയോ ഉത്തരം ചെയ്യാൻ കഴിയോ? കഴിയൂല. പക്ഷേ കൂട്ടത്തിൽ അയാൾ സായിബാബയെ എനിക്കൊരു ജോലി തരണേന്ന് പറഞ്ഞു. പുട്ടപർത്തിയിൽ നേരിട്ട് പോയിട്ട് പറഞ്ഞു എനിക്കൊരു ജോലി വേണം. അദ്ദേഹം ജോലി കൊടുത്തു. വേറൊരാൾ വന്നിട്ട് എനിക്കൊരു വീട് തരണേന്ന് പറഞ്ഞു. ആൾക്കൊരു വീട് കൊടുത്തു. അപ്പോഴോ പ്രാർത്ഥിക്കുന്ന മഹാൻ ഭൗതിക സഹായം ചെയ്തു. ഇപ്പൊ ഇന്നലെ മെസ്സേജ് വന്നിരിക്കുകയാണ്, അല്ലാഹു അല്ലാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ശരിയാണ്, ഭൗതിക സഹായം ചെയ്യാൻ കഴിയൂല, ഭൗതിക സഹായം ചെയ്യാൻ കഴിയൂലേ? ചിലപ്പോൾ സഹായിച്ചേക്കാം. അപ്പോ ശ്രീ രവിശങ്കരെ പൂജിക്കുന്ന ഒരാള് അവന് 500 രൂപ കൊടുക്കുകയാണ്. നല്ല വിശപ്പാണേ, കുറച്ച് പൈസ തരണേന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സഹായിക്കും. ഇങ്ങനെയുള്ള ഭൗതിക സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ എന്താവൂല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഇത് പ്രാർത്ഥനയും അതുപോലെ ആരാധനയും വേറെയാക്കലല്ല. ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇതിലൊന്നും ഒരു തർക്കമല്ല. ഇതെല്ലാം വെറുതെ ഉണ്ടാക്കുന്ന. ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യുക എന്നതോ കേൾക്കുക എന്നതോ അവർക്ക് സാധ്യമല്ല. അതേസമയം ഇങ്ങനെയുള്ള ഭൗതിക സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. അതാർക്കും നിഷേധിക്കാൻ പറ്റുമോ? സായിബാബ പല ഭൗതിക സഹായവും അവന്റെ അനുയായികൾക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ ഒരു നേരത്തെ ഒരു ഒലിയിന്റെ അടുത്ത് പോയിട്ട് ഒലിയിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഭൗതിക എന്തെന്ന് ചോദിച്ചാൽ അത് കൊടുക്കൂലേ? അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഭൗതിക സഹായം ചെയ്യാൻ സാധിക്കൂല എന്നാണോ? അഭൗതികമായ സഹായം പടച്ചവന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ദൂരസ്ഥലത്തിരുന്നും പടുള്ള ആളെ സഹായിക്കുക ഒരു കാര്യകാരണ ബന്ധങ്ങളും ഇല്ലാതെ, അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതല്ലേ എല്ലാവരും പറയുന്നത്. ഇതെല്ലാം വിഷയത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ട് പടവൂരികൾ ഉണ്ടാക്കിയതാണ്. പ്രാർത്ഥിച്ചാൽ സഹായിച്ചേക്കാം, ചിലപ്പോ പ്രാർത്ഥിച്ചില്ലെങ്കിലും ചിലപ്പോൾ സഹായിച്ചേക്കാം. പക്ഷെ ഭൗതിക സഹായമാണ്, മനസ്സിലായില്ലേ? അഭൗതിക സഹായം ആർക്കും പറ്റൂല.
പിശാച് രോഗമുണ്ടാക്കുമെന്ന് നൂലും മുറുക്കും കെട്ടിയാൽ പിശാച് ഉണ്ടാക്കിയ രോഗം പിശാച് തന്നെ ഇറക്കിക്കൊടുത്ത് സുഖപ്പെടുത്തി കൊള്ളും എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവാചക ശാസ്ത്രം പറഞ്ഞ സഹിയായ ഹദീസ് അഥവാ നൂലും മുറുക്കും കിട്ടിയാൽ രോഗം വർദ്ധിക്കും എന്ന ആശയത്തെ തള്ളുവഴി ഹദീസ് നിഷേധം തന്നെയാകില്ല.